ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാനായിലെ കല്യാണ വിരുന്നാണ് നമ്മൾ വായിച്ചതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരിചയമുള്ള ഒരു വചനഭാഗമാണ്. സുവിശേഷത്തിലെ കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോകുമ്പോൾ ഈശോയെ സമീപിക്കാനായിട്ട് പരിശുദ്ധ അമ്മ അവിടുത്തെ പരിചാരകരോട് പറയുന്നു. ഈശോ അവരോട് പറയുകയാണ്, എല്ലാ ഭരണികളിലും ശുദ്ധീകരണ കർമ്മത്തിന് ഉപയോഗിച്ചിരുന്ന ഭരണികളാണ്, അതിലെല്ലാം വക്കോളം വെള്ളം നിറയ്ക്കുമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യും, ബാക്കി ഞാൻ ചെയ്തുകൊള്ളാം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ 6 കൽഭരണികളിലും ഒരു വക്കോളം വെള്ളം നിറയ്ക്കുന്നു. വേറെ പ്രത്യേകിച്ച് അവരൊരു പണിയും ചെയ്യുന്നില്ല, നേരെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. ബാക്കിയെല്ലാം ഈശോ ചെയ്യുന്നു. അതൊരു അത്ഭുതമായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളൊരു വചനഭാഗം വായിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളോട് ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഭംഗിയായിട്ട് ചെയ്യുക, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. ദൈവം അതിൽ ഇടപെടും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് ഈ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പരമാവധി നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ മാക്സിമം പഠിക്കുക, ബാക്കി ദൈവത്തിനെ ഏൽപ്പിക്കുക, ദൈവം നോക്കിക്കോളും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആകുന്ന അത്ര നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഭംഗിയായ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുക, ബാക്കി ദൈവത്തെ ഏൽപ്പിക്കുക, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളൊരു കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരമാവധി നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ലെവലിൽ സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്യുക, ബാക്കി ദൈവത്തിനെ ഏൽപ്പിക്കുക, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും. കാനായിലെ കൽഭരണികളിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.